എല്ലാവർക്കും സുഖമല്ലേ? വീട്ടിലിരുന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? ഞാൻ എന്താ കുറച്ച് കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ കിടിലനൊരു കുറുമ ഉണ്ടാക്കി, ചിക്കൻ കുറുമ. അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല ചപ്പാത്തിയൊക്കെ കൂട്ടി കുറുമ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതും ചിക്കൻ കുറുമ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കുറുമയാണ്. അതും നല്ല നിലക്കടല അരച്ച ചിക്കൻ കുറുമ. കിട്ടു ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഇഞ്ചിയാണ്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണമാക്കി നുറുക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ 3/4 കിലോ ആണ് കേട്ടോ ചിക്കൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നുറുക്കി കഴുകി എടുത്ത് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. 1-2 സവോള നമുക്ക് എടുക്കാം കേട്ടോ. തക്കാളി 1 എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പച്ചമുളക് ഇവിടെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതും നമുക്ക് ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. 1-2 സവോള നമുക്ക് എടുക്കാം കേട്ടോ. സവോളയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതായത് സവോള കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ 2 സവോളയൊക്കെ നമുക്ക് എടുക്കാം. ഞാനിവിടെ വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. വലിയ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇനി വഴറ്റണം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വഴന്ന് കിട്ടും. അപ്പോൾ സവോള, ഇഞ്ചിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ തക്കാളിക്ക് അനുസരിച്ചൊക്കെ 1-2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇവിടെ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നമുക്ക് ആവശ്യത്തിന് വേണം. അപ്പോൾ ടേബിൾ സ്പൂണിൽ തന്നെ എടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. നമുക്കത് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി നമുക്ക് നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആകുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. വേറെ പൊടികളൊന്നും തന്നെ നമുക്ക് ചേർക്കേണ്ടതില്ല. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് പച്ചമുളക് 8 ചേർത്തിരിക്കുന്നത്. പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള ചേരുവകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലാണ് നല്ല മയമായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. ചിക്കന് വേണ്ട ഒരു ചേരുവ നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിലക്കടലയാണ്. നിലക്കടല ഒരു 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയെല്ലാം നമുക്ക് പതിയെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഞെരിടിയാൽ മതി. തൊലിയെല്ലാം പോയി കിട്ടും. അപ്പോൾ ഒരു 1/2 മണിക്കൂർ മുൻപേ ഇത് വെള്ളത്തിലിടണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ തൊലിയെല്ലാം പോയി കിട്ടുള്ളൂ. 1 പിടി നിലക്കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിലക്കടലയും നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ ആ ഒരു രുചിയും കൊഴുപ്പും എല്ലാം കൂടുതൽ വേണ്ടതനുസരിച്ച് നമുക്ക് നിലക്കടല 1 പിടിയോ 2 പിടിയോ എടുക്കാം കേട്ടോ. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് നല്ലതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പാല് പോലെ നല്ല കൊഴുത്ത നിലക്കടല കിട്ടി നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് വലിയൊരു പാൻ സ്റ്റൗവിലേക്ക് വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിലക്കടല അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അല്ലാതെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും അതുപോലെ തക്കാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് അരച്ച് വെച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ രണ്ടെണ്ണം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് ഒരു പച്ചമണം മാറി വരണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി തുടരെ നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കിയതാണ്. അതുകൂടി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇതിനകത്ത് കിടന്ന് വേകണം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഇത് ഇനി നമുക്ക് വേകാനായിട്ട് മൂടി വയ്ക്കാം. മൂടി വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലിന് പകരം ഉണ്ടോ നമ്മളിവിടെ നിലക്കടലയുടെ ആ ഒരു നിലക്കടല അരച്ച് ചേർത്തിരിക്കുന്നത്. ഈ നിലക്കടല ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. പക്ഷേ തേങ്ങാപ്പാലിനേക്കാളും കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടാനായിട്ട് ഈ നിലക്കടലയാണ് നല്ലത്. ഇപ്പോൾ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ചിക്കൻ. ഇത് നല്ലതുപോലെ കുറുകി കിട്ടണം കേട്ടോ. നല്ല കുറുമ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ലതുപോലെ കുറുകിയ ഒരു ഗ്രേവിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്കിത് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുത്ത് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതപ്പോൾ ഗ്രേവി എല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇവിടെ ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മണവും ടേസ്റ്റും എല്ലാം കിട്ടാനായിട്ട് ഗരം മസാലയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗരം മസാലയ്ക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഗരം മസാല ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ കുറച്ചും കൂടെ കൂടുതൽ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മസാലയല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വീതം വീട്ടിലുണ്ടാക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ കുറുമയാണിത്. അടിപൊളി ടേസ്റ്റാണ്. നല്ലപോലെ നല്ല ഗ്രേവി നല്ല തിക്കായതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ചിക്കൻ കുറുമയും ചപ്പാത്തിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും കഴിച്ചു തുടങ്ങി. ഞാനും ഒപ്പം ഇനി കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടിലൻ ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഹലോ, ചിക്കൻ കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല റെസിപ്പീസും വ്ളോഗുകളും അതുപോലെ തന്നെ ക്രാഫ്റ്റ്സും ഐഡിയാസും എല്ലാം ആയിട്ട് ഞാൻ ജുവൽ ബേബീസ് വേൾഡിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ജുവൽ ബേബീസ് വേൾഡ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.